എന്നിട്ട് തീ കത്തിക്കാൻ നോക്കിയാൽ കത്തത്തില്ല. എന്തുകൊണ്ടായിരിക്കും അവിടെ കത്താത്തതെന്ന് അറിയാമോ? ഓക്സിജൻ എന്ന് പറയുന്ന സംഭവം. തീ കത്തണമെങ്കിൽ ഓക്സിജൻ കമ്പൽസറിയായും വേണം. ഓക്സിജൻ മാത്രം പോരാ, കത്താൻ പറ്റിയൊരു സാധനം വേണം. പേപ്പറോ പഞ്ഞിയോ മറ്റോ സാധനം വേണം. അപ്പം കത്താൻ പറ്റിയൊരു സാധനം വേണം, ഓക്സിജൻ വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ തീ കത്തും ഇല്ല. ഇപ്പം നമ്മൾ ഏതാ കത്താൻ പറ്റിയൊരു തുണിയാണ് എൻ്റെത്. ഇവിടെ എല്ലാം ആവശ്യമായ ഓക്സിജനും ഉണ്ട്. ഇത് കത്തുന്നുണ്ടോ? ഇനി എന്തുകൂടെ വേണം? സ്പാർക്ക്, അല്ലെങ്കിൽ ചൂടായാലും മതി. സ്പാർക്ക് തന്നെ വേണമെന്നില്ല, നല്ല ചൂട് കിട്ടിയാലും മതി. ഇത് കത്തി തുടങ്ങിക്കോളും. അപ്പോൾ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിലേ തീ പിടിക്കുകയുള്ളൂ. ഒന്ന്, കത്താൻ പറ്റിയ ഒരു സാധനം ഏതെങ്കിലും വേണം, നല്ല ചൂട് വേണം, പിന്നെ ഓക്സിജൻ വേണം. നമ്മൾ ആലോചിച്ച് നമ്മുടെ വാഹനത്തിൽ ഉള്ള സാധനങ്ങളെല്ലാം കത്താൻ പറ്റിയ സാധനങ്ങളാണ്. ഓരോ സാധനങ്ങളും കത്താൻ പറ്റിയ ഏറ്റവും നല്ല, അതിലെ ഇന്ധനമായാലും വാഹനം നിർമ്മിച്ചിരിക്കുന്ന സംഭവങ്ങളായാലും അതിൻ്റെ ടയറായാലും മറ്റുമെല്ലാം കത്താൻ പറ്റിയ സാധനങ്ങളാണ്. ഓക്സിജൻ ആവശ്യമാരും ഉണ്ട്, ഒരു സംശയവുമില്ല. പിന്നെ ചൂട്, നമ്മളെ വാഹനത്തിന് തന്നെ പലവിധ കാരണങ്ങളാൽ ചൂടുണ്ടാകുന്നുണ്ട്. ടയറിൽ നമുക്കറിയാം നല്ല ചൂടുണ്ടാകുന്നുണ്ട്, എൻജിൻ ഭാഗത്ത് നല്ല ചൂടുണ്ടാകുന്നുണ്ട്. അപ്പോൾ വാഹനം ഒരു വായുവുമായി ഉരഞ്ഞ് വാഹനത്തിൽ നല്ല ചൂടുണ്ട്. അപ്പോൾ എല്ലാ സാധനങ്ങളും ചേർന്ന് ഒരു തീ കത്താൻ പറ്റിയ പാകത്തിലുള്ളൊരു സാധനവുമായാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഏത് നിമിഷവും തീ പിടിക്കും. ഇച്ചിരി കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും. ഈവൻ നമ്മളെ ടയറിൽ കാറ്റ് കുറവാണെങ്കിൽ തീ പിടിക്കാൻ സാധ്യത കൂടുതലാണ്. എങ്ങനെയാണ് ചിന്തിച്ചിട്ടുണ്ടാവും? അറിയായിരിക്കും നിങ്ങൾക്ക് പലർക്കും. ടയറിലെ കാറ്റ് കുറവാണെങ്കിൽ ടയറും റോഡും തമ്മിൽ കൂടുതൽ ഉരയും, കൂടുതൽ പമ്മിയിരിക്കും. ടയറും റോഡും തമ്മിൽ കൂടുതൽ ഉരയും, നല്ല ചൂട്, കുറച്ചും കൂടെ ചൂട് ഡെവലപ്പ് ചെയ്യും, തീ പിടിക്കാൻ സാധ്യത. ഓവർലോഡ് ആണെങ്കിൽ ടയറും റോഡും തമ്മിൽ കൂടുതൽ ഫ്രിക്ഷൻ ഉണ്ടാവുന്നു, ഉരയുന്നു, അത് ചൂടുണ്ടാവും, തീ പിടിക്കാൻ സാധ്യത. അപ്പം ആൾറെഡി ചൂടുണ്ട്, ഇനി ഇച്ചിരി കൂടെ ചൂട് കിട്ടുകയോ അങ്ങനെ ഒരു സ്പാർക്ക് കിട്ടുകയോ ഒക്കെ ചെയ്താൽ ഒരു തീ പിടിക്കാൻ പറ്റിയ എല്ലാ ഘടകങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തീ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ വാഹനങ്ങളിലും ഇപ്പോഴത്തെ സംവിധാനം അനുസരിച്ച് ഈ ഒരു സാധനമുണ്ട്. ഇതിനെ വിളിക്കുന്ന പേര് ഫയർ എക്സ്റ്റിങ്ക്വിഷർ എന്നാണ്. എനിക്ക് എല്ലാവരുടെയും അഭ്യർത്ഥിക്കാനുള്ളത്, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ രാവിലെ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയി എൻജിൻ ഓയിൽ, മറ്റു കാര്യങ്ങൾ, ടയറിലൊക്കെ എല്ലാം നമ്മൾ ടയറിൻ്റെ കാറ്റ് എല്ലാം നോക്കാറുണ്ട്. വളരെ കൃത്യമായിട്ട് എനിക്ക് അതിലൊക്കെ വളരെ നന്ദി ഇതുകൊണ്ട്. നമ്മളൊരു പ്രൈവറ്റ് വണ്ടി ഓടിക്കുന്നത് പോലെ അല്ല നമ്മൾ ഇത് ചെയ്യുന്നത്. പക്ഷേ ഈ കാര്യങ്ങൾ അതെല്ലാം നോക്കുന്നതിനോടൊപ്പം ഇതും കൂടെ ഉപയോഗിക്കണം. ഇത് മാത്രം മേടിച്ച് വെച്ചിട്ട് കാര്യമില്ല. ഇതിൻ്റെ അകത്തൊരു ഇതുണ്ട്, ഇതിൻ്റെ പ്രഷർ ഗേജ് ഉണ്ട്. അത് ഈ നീഡിൽ പച്ച അതിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ ഇത് ഉപയോഗിച്ചിട്ട് കാര്യമുള്ളൂ. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ചില KSRTC ബസ്സിനും ഒക്കെ മറ്റേ ശ്രദ്ധിച്ചിട്ടുണ്ട്, ചിലരൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കുന്നുണ്ട്, തേങ്ങ മാതിരി എടുത്തിട്ട് ഇങ്ങനെ കുലുക്കി നോക്കുന്നുണ്ട്. അല്ല, അതങ്ങനെയുള്ള സാധനമല്ല. ഇത് പ്രഷർ ഗേജ് ഈ പച്ചയിൽ നിൽക്കുകയാണെങ്കിൽ ഇത് പ്രവർത്തിക്കുള്ളൂ. പിന്നെ രണ്ടാമതൊരു കാര്യം, ഈ നമുക്കറിയാം നമ്മുടെ ബസ്സിൽ എല്ലാ സാഹചര്യങ്ങളും തീ പിടിക്കാനുണ്ട്. ഒരു കുഞ്ഞ് ഫയർ എവിടെ നിന്നെങ്കിലും ഉണ്ടായാൽ മതി. ഒരു നമ്മളെ ഫ്യൂവൽ ലീക്കോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ടയറിലുള്ള വിഷയങ്ങൾ കൊണ്ടോ എന്തെങ്കിലും ഒരു കുഞ്ഞ് ലീക്ക് ഉണ്ടായാൽ മതി, പെട്ടെന്ന് തീ ആളിപ്പടരും. ഒരു സംശയം വേണ്ട, വളരെ പെട്ടെന്ന് തീ ആളിപ്പടരും. അതിന് പ്രത്യേകിച്ച് ഒന്നും വേണ്ട, എല്ലാ സാധനങ്ങളും നമ്മുടെ വാഹനത്തിൽ. അപ്പം നമുക്കങ്ങനെ ഈ സാധനം ഉപയോഗിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ തീരെ തുടക്കത്തിലാണ്. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഒരു വിഷയമുണ്ട്, ഒരു അപകടം കണ്ട ആദ്യം നമ്മളെല്ലാവരും പേടിക്കും. ഇപ്പം തന്നെ ഞാൻ ഇവിടെ പാമ്പെന്ന് പറഞ്ഞാൽ പകുതി പേര് എണീച്ചോളും. ഞാൻ ഒരു എക്സ്പ്രഷനൊക്കെ ഇട്ടിട്ട് ഞാൻ പറഞ്ഞത് അയ്യോ പാമ്പെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സാറും ചിലപ്പോൾ ഇറങ്ങി കൊടുക്കും. ഈ സാറ് ഇറങ്ങി കൊടുക്കണം എൻ്റെ കൂടെ വരുന്നുണ്ടാകും. കാരണം അതെങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് സേഫ് ആവാൻ നോക്കും. അപ്പോൾ അതുപോലെ തീ വരുമ്പോൾ തീയുടെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. വലിയ തീയായിട്ട് ഒരു കാര്യവും ഇല്ല, ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത് ഉപയോഗിക്കേണ്ടത് തീരെ അടുത്ത് പോയി നിന്നിട്ടാണ്, തീരെ അടുത്ത് നിന്നിട്ടാണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പം നമ്മൾ ഇതിന് ശേഷം സാറ് പറഞ്ഞ് ഡെമോ ഞാൻ കാണിക്കുന്നു, ഞാനിത് പറയും. അതിനുശേഷം ഈ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും നമ്മൾ ആ തീ ഒന്ന് കെടുത്തി നോക്കും. ഉറപ്പായിട്ട് അതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പം നിങ്ങളാണ് ചെയ്യേണ്ടത്. ഇതൊരിക്കലും ഫയർ സ്റ്റേഷൻകാർക്കല്ല. പലരും പറയാറുണ്ട്, ഇതിപ്പോൾ അറിഞ്ഞുകൂടാത്തവരൊക്കെ ചോദിച്ചാൽ ചിലരൊക്കെ പറയും ഇതെന്തോ ഫയർഫോഴ്സുകാരുടെ എന്തോ ഒരു കുറ്റിയാണ്, ഇതിൽ തൊട്ടാൽ തീ പിടിക്കും എന്ന് ഒരാൾക്കാർ വിചാരിക്കും. തീ കെടുത്താനുള്ളതാണ്. അപ്പം നമുക്കിത് എങ്ങനെ ഉപയോഗിക്കാം എന്ന് ഞാൻ വളരെ പെട്ടെന്ന് പറയാം. ഈ എക്സ്റ്റിങ്ക്വിഷറൊക്കെ എല്ലാ വാഹനങ്ങളിലും ഉണ്ട്. എല്ലാ ദിവസവും നമ്മൾ എൻജിൻ ഓയിലും മറ്റും കാര്യങ്ങളും ഒക്കെ നോക്കുമ്പോൾ ഇതിൻ്റെ പ്രഷർ ഗേജ് ആ പച്ച ഇതിലാണോ നിൽക്കുന്നതെന്ന് നോക്കണം. റെഡിലോട്ടാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല, ഇതിൽ പ്രഷറില്ല, ഇതുകൊണ്ട് ഒരു ഗുണവുമില്ല. അപ്പോൾ അങ്ങനെ കൃത്യമായ സമയങ്ങളിൽ ഇത് നമ്മൾ റീഫില്ല് ചെയ്യണം. അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും ഇതുപോലൊരു ടാഗ്, ഇതിലെ തുണിയിലൊക്കെ ഉണ്ടാകുന്ന അതായി പ്രഷർ ഗേജാണ് സാർ. ഇതിൻ്റെ അകത്ത് പൗഡറാണ്, ഇതിൻ്റെ അകത്ത് പൗഡറാണ്. നിങ്ങളുടെയൊക്കെ വാഹനങ്ങളിൽ 2 തരത്തിലുള്ള സാധനങ്ങൾ വരാം. ഒന്നുകിൽ പൗഡർ നിറച്ചത്, കെമിക്കൽ പൗഡറാണ്, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ്. ഇതിലാണ് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും
നമ്മളിത് ഉപയോഗിക്കാൻ ഇതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്ന പ്രത്യേകിച്ച് ഇതിൻ്റെ പ്രഷർ തീരുമ്പോൾ പ്രഷർ ഉണ്ടെങ്കിലേ ഈ പൗഡർ പുറത്തേക്ക് വരുള്ളൂ. പ്രഷർ ഇല്ലെങ്കിൽ പുറത്തേക്ക് വരില്ല. പ്രഷറാണ് ഈ പച്ച ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ കൃത്യമായി എല്ലാ വർഷവും റിന്യൂ ചെയ്യണമെന്നാണ്. അഥവാ ഇച്ചിരിയൊക്കെ ഒരു വർഷം കഴിഞ്ഞ് ഇച്ചിരി 1-2 മാസമൊക്കെ ആയാലും ഈ പ്രഷർ ഗേജ് ഉണ്ടെങ്കിൽ കുറച്ചും കുഴപ്പമില്ല, അല്ലെങ്കിൽ കൃത്യമായി റിന്യൂ ചെയ്യണം. പ്രഷറിന് വന്നുകൊണ്ടാണ് പൊട്ടിക്കാത്തത്. നമ്മൾ ചുമ്മാ ഇട്ട് ആകെ ഒന്ന് വലിച്ച് പൊട്ടിച്ചാൽ മതി. രണ്ടാമത് ഇതിൻ്റെ അകത്തൊരു പിന്നുണ്ടാവും. അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം, സേഫ്റ്റി പിന്നാണ്. ഈ പിന്ന് ഉണ്ടെങ്കിൽ ഇത് പിടിച്ച് ഞെക്കാൻ ഞെക്കത്തില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ വലിച്ചു ഊരിയാൽ ഞെക്കാം. അപ്പോൾ ഇത്ര കാര്യം ഇതിനകത്തുള്ളൂ. അപ്പോൾ ചെയ്യുന്ന പക്ഷേ ഒരു കുറച്ച് സ്റ്റെപ്പിലായിരിക്കും, വളരെ പ്രധാനമായിട്ട് ഉണ്ടാവത്തില്ലായിരിക്കും. എന്തായാലും ഈ നോസിലെടുത്ത് തീരെ വളരെ അടുത്ത് പോയി നിന്ന് തീയിലേക്ക് ചൂണ്ടണം, എയിം ചെയ്യണം. ചൂണ്ടണം. തീരെ മുകൾ ഭാഗത്തല്ല, തീയുടെ താഴെ. മുകൾ ഭാഗത്ത് അടിച്ചു ഗുണമില്ല. തീ എവിടെയാണോ പിടിക്കുന്ന ആ ബേസിലേക്ക് ചൂണ്ടണം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒന്നും കൂടെ ഞാൻ പറയാം. പിന്നെ വലിച്ചൂരണം. ഇത് ഉന്നം വെക്കണം, എയിം ചെയ്യണം. പിന്നെ അതിനുശേഷം ഇത് പിടിച്ച് സ്ക്യൂസ് ചെയ്യണം, ഞെക്കണം. പിന്നെ പറ്റുമെങ്കിൽ ഇത് തീയുള്ള ഭാഗത്തെല്ലാം കണ്ടിങ്ങനെ നമ്മൾ ചൂട് വെച്ചടിക്കൂലേ, അമ്മാതിരി സ്വീപ്പ് ചെയ്യണം. ഈ 4 സ്റ്റെപ്പാണ് ചെയ്യേണ്ടത്. ആ ഉടനെ തന്നെ ചെയ്തിട്ടേ കാര്യമുള്ളൂ. ആദ്യമേ പിന്നെ വലിച്ചൂരി ഇത് ഉടനെ ഇത് എയിം ചെയ്യുന്നതിന് മുമ്പേ നമ്മളിത് പിടിച്ച് സ്ക്യൂസ് ചെയ്താലുള്ളൊരു കുഴപ്പം, ഇത് കിടന്ന് പിന്നെ വിറയ്ക്കും. അപ്പോൾ നമുക്കിതിൽ പ്രോപ്പറായിട്ട് പിടിക്കാൻ പറ്റില്ല. അപ്പം ഇത് പിടിച്ച് തീയുടെ ബേസിലേക്ക് എയിം ചെയ്ത് ആകെ ഇച്ചിരി പൗഡറാണുള്ളത്. തീ പെട്ടെന്ന് കെട്ടുപോകണം. അപ്പോൾ ഈ പൗഡർ ഇവിടെ തീയാണ്, ഞാൻ ഇങ്ങോട്ട് വെച്ച് ഞെക്കി കഴിഞ്ഞാൽ ഇവിടെ എല്ലാം പോകും. തീ എനിക്കിവിടെ കിട്ടും, ഇവിടെ പൗഡർ കിട്ടും. അതുകൊണ്ട് എയിം ചെയ്തു ഇതെല്ലാം വളരെ പെട്ടെന്ന് നടക്കും. നമുക്കിവിടെ ചെയ്ത് നോക്കുമ്പോൾ വളരെ പെട്ടെന്ന് നടക്കും. ഇനിയിപ്പോൾ ഇവിടെ നോസിലില്ല ഈ സംഭവം. എന്തായാലും നമുക്ക് കാണാൻ പറയും, ഇവിടെ കൂടെ ആയിരിക്കും പുറത്ത് വരുന്നത്. ഇതായിരിക്കും നമ്മുടെ നോസിൽ. അപ്പോൾ അത് എയിം ചെയ്യുക, തീയിലേക്ക് എയിം ചെയ്യുക. എന്നിട്ട് അതിനുശേഷം പറ്റുമെങ്കിൽ തീ ഉള്ളെടുത്തിരിക്കണം. വളരെ ക്ലോസ് ആയിട്ട് പോകണം, കാരണം ഇത് വളരെ ഡിസ്റ്റൻസ് കുറവാണ്. അപ്പോൾ വളരെ ക്ലോസ് ആയിട്ട് നിന്ന് ഉറപ്പായിട്ടും പൊള്ളലേക്കും. അപ്പോൾ ഇതൊന്നാമത് ഇത് ഡേഞ്ചറാണ്, നോസിലില്ലാത്ത സംഭവം ഡേഞ്ചറാണ്. അപ്പോൾ കഴിവതും നമ്മളെ മുഖം മാറ്റി ഇങ്ങനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇതിപ്പോൾ വളരെ ചെറിയ തീയായി. അപ്പോൾ ഞാൻ കത്തിക്കട്ടെ, ആരെങ്കിലും ഒരാൾ ചെയ്യുമല്ലോ. ആരെങ്കിലും പേപ്പർ ഒരാൾ ഒഴിച്ച് ബാക്കിയുള്ള ഇച്ചിരി ദൂരോട്ട് നിന്നാൽ നല്ല വെള്ളപ്പൊടിയാണ്. ചെയ്യാം. ആരെങ്കിലും ഒരാൾ പറയട്ടാ, ഒരാളെ പേര് പറയട്ടെ. ഇതിൽ കൂടുതൽ തീ കത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടയില്ലാത്തത് കൊണ്ട് വെടിവെക്കുന്ന പോലെ ആയിപ്പോകും. തീ കത്തിക്കഴിഞ്ഞ് നേരത്തെ പിടിച്ച് നോക്കിയാൽ ഒരു കാര്യം ഉണ്ടാകത്തില്ല. ആദ്യം എപ്പോഴും നിങ്ങൾ വണ്ടി കയറുന്നതിന് മുമ്പേ ഈ ഓയിൽ ചെക്ക് ചെയ്യുന്നെന്ന് പറഞ്ഞ പോലെ തന്നെ ഈ സാധനത്തിന് ഈ സൂചി ഇതൊക്കെ കാണാം. നിങ്ങൾ ഓരോടെ ഇത് വയസ്സ് നോക്കിയാൽ കാണാം, ചുമപ്പും പച്ചയുണ്ട്. പച്ചയ്ക്ക് നേരെയാണോ ഈ സൂചി നിൽക്കുന്നത് നോക്കുക. പച്ചയ്ക്ക് നേരെ അല്ലെങ്കിൽ ഇതുകൊണ്ട് പ്രയോജനമില്ല. അല്ലെങ്കിൽ ഇത് പച്ചയ്ക്ക് നേരെ അല്ലെങ്കിൽ അവിടെ റീഫിൽ ചെയ്യണം, എന്നാലേ അത് കറക്റ്റ് ഉപയോഗിക്കാൻ പറ്റും.